നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ രണ്ടാം വരവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ഉറ്റുനോക്കുകയാണ് എല്ലാ ലോകരാജ്യങ്ങളും. എന്നാൽ ആദ്യം തന്നെ ചൈനയ്ക്ക് പണി കൊടുക്കാൻ ട്രംപ് നടത്തിയ നീക്കങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഉയർന്ന താരിഫുകളും പ്രതികാര നടപടികളും ചൈന എന്ന വ്യാപാര ഭീഷണിയെ തടയാനായി ട്രംപ് മുൻകൈയെടുത്ത് നടപ്പിലാക്കി. എന്നാൽ രാഷ്ട്രീയത്തിൽ എല്ലാവിധത്തിലും എതിർചേരിയിലായിട്ടും ബൈഡൻ ഭരണകൂടം ട്രംപിന്റെ ഈ ചൈന വിരുദ്ധ നടപടികൾ ശക്തിപ്പെടുത്തിയതല്ല, കുറച്ചില്ല. ഇതിനെ തുടർന്ന് കമ്പനികൾ ചൈന വിട്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ തുടങ്ങിവെച്ചു. കോവിഡ് മഹാമാരിയോടെ ഇതിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ചൈന സത്യത്തിൽ ഇപ്പോഴാണ് അറിയുന്നത്. കമ്പനികൾ കൂട്ടത്തോടെ പോകുന്നത് ഇന്ത്യയിലേക്ക് മാത്രമല്ലെങ്കിലും വലിയൊരു അളവ് ഇന്ത്യക്കും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ തടയിടാനുള്ള വജ്രായുധം ഉപയോഗിക്കാൻ തന്നെയാണ് അവരുടെ പുറപ്പാട്. തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങൾ ഒന്നുമില്ലെന്നും സത്യമാണ്. ട്രംപ് ഭരണമേറ്റെടുക്കുന്നതോടെ ചൈനയുടെ മേലുള്ള ഉപരോധങ്ങളും നികുതി വർധനവും നടപ്പിൽ വരുമെന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നടപടികളുമായി ചൈന മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും ഹൈടെക് നിർമ്മാണത്തിന് ആവശ്യമായ ജീവനക്കാർക്കും പ്രത്യേക ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്താനുള്ള നടപടികളാണ് ചൈന തുടങ്ങിവെച്ചിരിക്കുന്നത്. തങ്ങളുടെ സാങ്കേതിക നൈപുണ്യം ചൈനീസ് അതിർത്തി വിട്ടുപോകുന്നത് തടയാൻ ചൈന പരമാവധി ശ്രമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ മേഖലകളിലേക്കുള്ള സാങ്കേതിക കൈമാറ്റങ്ങളും ഉപകരണ കയറ്റുമതിയും പരിമിതപ്പെടുത്താൻ നിയന്ത്രണ ഏജൻസികളോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ബീജിംഗ് അനൗപചാരികമായി ഉപദേശിച്ചിട്ടുണ്ടെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക, സാധ്യതയുള്ള തൊഴിൽ നഷ്ടം കുറയ്ക്കുക, US പുതിയ വ്യാപാര തടസ്സങ്ങൾ ഏർപ്പെടുത്തിയാൽ വിദേശ നിക്ഷേപകർ ചൈന വിടുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം. ആപ്പിളിന്റെ പ്രാഥമിക അസംബ്ലി പങ്കാളിയായ ഫോക്സ്കോണിന് ഇന്ത്യൻ ഫാക്ടറിയിലേക്ക് ചൈനീസ് ജീവനക്കാരെ വിന്യസിക്കുന്നതിലും ചൈനയിൽ നിന്ന് പ്രത്യേക യന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇതുവരെ ഉൽപാദനത്തെ ബാധിച്ചിട്ടില്ലെങ്കിലും ഈ നിയന്ത്രണങ്ങളുടെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ അതൊക്കെ വ്യക്തമാക്കുന്നു. ഇതിനെ തുടർന്ന് ആപ്പിളും ഫോക്സ്കോണും ഇന്ത്യൻ സർക്കാരിന്റെ അടിയന്തര സഹായം തേടിയെന്നും വിവരമുണ്ട്. ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വിപുലീകരണ പദ്ധതികളെ ബാധിക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ ഉടനടി നടപ്പിലാക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.